Violence against children is a grave violation of child rights and is strictly punishable under the law. എന്തൊരു കഷ്ടം ഇത്. എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അതെങ്ങനെ എവിടെയുള്ള ഓരോന്നിനെ പറഞ്ഞാൽ മതി. ഇതുപോലെ ഭ്രാന്തനൊക്കെ എവിടെയെങ്കിലും കൂടി എത്ര നാളായി നിന്നോട് പറഞ്ഞു നീ എവിടെയെങ്കിലും കൂടി കാണിക്കാൻ. ഒന്ന് വിളിച്ചോണ്ട് പോവാതിനെ സമാനമായിട്ട് ഫുഡ് പോലും കഴിക്കാൻ പറ്റണില്ല. എന്താ ചേച്ചി നമ്മള് കുഞ്ഞല്ലേ, അറിഞ്ഞോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ. ഒരു കുഞ്ഞ് ഞാനും വളർത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ. മെനു ഫുഡ് കഴിക്കാം. എന്താ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്? ഇതെല്ലാം ഫുഡ് കഴിച്ചിട്ട് അമ്മ പറയാട്ടോ. മോളവിടെ വെച്ചേ. അമ്മക്ക് തന്നെ എടുക്കരുതല്ലോ, പറഞ്ഞതല്ലോ മിന്നു. എല്ലാം കഴിച്ച് നമ്മൾ സംഘാരം കൊണ്ടോ വടക്ക പോവാട്ടോ. മോൾ മിടിച്ച മീനു നല്ല കുട്ടിയായിട്ട് ഇരുന്നേ. ആ കാണിച്ചേ. എത്ര പ്രാവശ്യം പറഞ്ഞു മീനുവിന്റെ അടുത്ത് നല്ല മോളല്ലേ, ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അന്ന് അമ്മക്ക് ഇത് കഴിച്ച് നീ അമ്മ കൊണ്ടുപോവാന്ന് പറഞ്ഞതല്ലേ. എനിക്ക് കൊച്ചിട്ടാ അങ്ങനെയല്ല മീനുട്ടെ, അമ്മ കാണിച്ചു തരാം. ഇതാ പിടിച്ചേ, ഇവിടെ പിടിച്ചേ. മോക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് നനയ്ക്കാം. ബാ അങ്ങനെയല്ല, നനച്ചോട്ടോ. അയ്യോ വെള്ളം തീർന്നല്ലോ. അമ്മ മോട്ടർ ഇട്ട് വരാം. ബാ ചേച്ചി മോളിന്ന് നോക്കിക്കോണേ, മോട്ടർ ഇട്ട് വരാം. എന്താ കാണിക്കുന്നേ? വന്നപ്പോഴോട് തുടങ്ങിയതാ. ഒരിടത്ത് അടങ്ങിയിരിക്കില്ലേ നീ? നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ഓർഫനേജിൽ കൊണ്ടാക്കാൻ. മീനു എന്താ ഈ ചെയ്യുന്നേ? പോയേ നേരെ സമാധാനം സൗകര്യം തരില്ലെന്ന് വെച്ചാല് ഇവിടെ ചെല്ലുമ്പോ എന്താവുന്നല്ലേ?
അമ്മേ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഗീതേച്ചി ഇല്ലേ ഇവിടെ? ഗീതു, എടി ഗീതു. ആ ഇതാരും മെമ്പറോ? കയറിയിരിക്കും, ഞാൻ വെള്ളം എടുക്കാം. വേണ്ട വേണ്ട. എന്താ കാര്യം? ഇന്നാട്ടോ പഞ്ചായത്തിൽ ക്ലാസ് വെച്ചിരിക്കുന്നത്, മറന്നിട്ടില്ലല്ലോ? ഏത് ക്ലാസ്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്. ഞാനതങ്ങ് മറന്നു. ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. എന്തായാലും ചേച്ചി ഉറപ്പായിട്ടും വന്നേ. ശരിയാ. അമ്മയ്ക്കൊന്ന് അവിടെ വരെ പോയി നോക്കാവോ? ഇവിടെ ഞാനെങ്ങനെയാ അമ്മ പോവാ? അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഇവളെ കുറിച്ച് എല്ലാരും എന്താ പറയണേന്നൊന്ന് അറിയാലോ. ശരിയാണല്ലോ, പുള്ളിക്കാരി ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വരാത്താണല്ലോ. എന്തായാലും പെണ്ണിനെ കൊണ്ടുവരാത്ത നന്നായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശകാരങ്ങളും കുറ്റപ്പെടുത്തലുകളും മനസ്സിലാക്കുന്നതിൻ്റെ 100 ഇരട്ടി വേഗത്തിൽ നിങ്ങളുടെ സ്നേഹവും കരുതലും അവർ മനസ്സിലാക്കും. സോ അവരെ മാക്സിമം സ്നേഹിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. മീനു പറഞ്ഞിട്ടില്ലേ ചെയ്യരുതെന്ന്? എന്തായി കാണിക്കുന്നത്? അതേ കൂടെ മീനൂട്ടാ. പറിച്ചു തരാം. ഗീതു, ആ അമ്മ വന്നോ? നീ ഒന്ന് ഇവിടം വരെ വന്നേ. എന്താ അമ്മേ? ബാ ഇവിടെ ഇരിക്ക്. എന്താ അമ്മേ? മോളെ, നമുക്ക് നമ്മുടെ മീനുവിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചാലോ? എന്താ പെട്ടെന്ന്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് അങ്ങനെ തോന്നി. നീ അവനോടും കൂടി ഒന്ന് പറ. ശരി. ഏട്ടനി എന്താ ചെയ്യാ? നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നോക്കിയിട്ട് ചെയ്യേ. പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, ശരി. എന്തുകൊണ്ടായിരിക്കും എന്റെ കുട്ടി ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നത്? എല്ലായ്പ്പോഴും ഡോക്ടേഴ്സിനോട് പേരൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പെട്ടെന്ന് ചെക്ക് ചെയ്യുക, കുറെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. അതിനു മുമ്പ് വരെ അവർക്ക് ആമായിരുന്നിരിക്കും. പക്ഷെ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ കാണുമ്പോൾ പെട്ടെന്ന് അമ്മ എന്താ ചെയ്തു? അമ്മ ഒന്ന് വന്നേ, ഇവിടെ ഇരുന്നേ. എന്താടി? അമ്മ, ഞാൻ ഇന്നലെ ഡോക്ടർ വീഡിയോ കണ്ടായിരുന്നു. നമ്മ കണ്ടു നോക്കി. അതിനു മുമ്പ് വരെ അവൻ കാമായിരുന്നിരിക്കും. പക്ഷെ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ കാണുമ്പോൾ പെട്ടെന്ന് അവൻ ഹൈപ്പർ ആയിട്ട് പെരുമാറാറുണ്ട്.
നല്ല വീഡിയോയിലൊക്കെ നമ്മളെ മോള് കാണിക്കുന്നത് ഇതേ behavior. ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് മാറുന്നു. പെട്ടെന്ന് പേരൻസിനെ ഉപദ്രവിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ സ്വയം ഹാം ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ സ്ക്രീൻ ചെയ്യുന്നു. ഇതിനുള്ള നമ്മുടെ മോള് കാണിക്കുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ. ചോദിക്കാറുണ്ട്. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈവൻ നമ്മുടെ കൺസൾട്ടേഷൻ റൂമിലാണെങ്കിൽ പോലും ഡോക്ടേഴ്സിന് വരെ ചിലപ്പോൾ ഇതിലൊരു നമ്പർ കാണും വിളിക്കാനായിട്ട്. ഒന്ന് മോളൊന്ന് വിളിച്ചു നോക്ക്, നമുക്ക് മിനിറ്റിൽ നിന്ന് കൊണ്ടേ കാണിക്കാം. വരൂ. ഹായ് അമ്മ ഇരുന്നോളൂ. ഹായ് മോൾ ഇവിടെ ഇരിക്കാമോ? വാ നോക്കിയേ, നമുക്ക് ഇവിടെ ഇരിക്കാം. വാ. എന്തൊക്കെ കാര്യങ്ങളാണ് മീനുട്ടിയെ പറ്റി അമ്മയ്ക്ക് പറയാനുള്ളത്? അവൾ എന്തെങ്കിലും സാധനം കൈ കിട്ടുമ്പോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും, മുടി പിടിച്ച് വലിക്കും, തുപ്പും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. പിന്നെ എന്തെങ്കിലും വലിയ ശബ്ദം കേൾക്കുമ്പോൾ അവൾ പെട്ടെന്ന് ചെവി പൊത്ത ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പം മീനുട്ടിക്ക് 10 വയസ്സായില്ലേ? നിങ്ങൾ ഇതുവരെ ഡോക്ടർമാരെയോ വേറെ തെറാപ്പി സെൻ്ററിലൊന്നും പോയിട്ടില്ല? ഞങ്ങളിതൊന്നും ഇത്ര വലിയ കാര്യമാക്കി എടുത്തില്ല ഡോക്ടർ. മീനുട്ടിയുടെ അച്ഛനും താമസിച്ചായിരുന്നു സംസാരിച്ചത്, കുറച്ച് വിപരീതമായിരുന്നു, അതുകൊണ്ട് ഇതും അങ്ങനെയാണ് നോക്കും. സോ മീനുട്ടിയോട് നമ്മൾ വീട്ടിൽ അവളുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ക്വാളിറ്റി ടൈം എന്ന് പറയില്ലേ, എത്രത്തോളം ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹായ് മീനുട്ടി. മീനുട്ടി ഒരു ഹൈഫൈ തരാമോ? മോളൊരു ഹായ് കൊടുത്തേ. മീനു ഇതാ ഇത് നോക്കി, ഇതെന്താന്ന് നോക്കി. ഇനി ഒരു ഹൈഫൈ തരുമോ പ്ലീസ്? മീനു വേണ്ട അമ്മ ഇരുന്നോളൂ. വീട്ടിലും മീനു എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എല്ലാവരോടും? അവളെപ്പോഴും ഇങ്ങനെ ഡോക്ടർ. ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? അമ്മ ഒരു ക്ലാസ്സിന് പങ്കെടുത്തിരുന്നു, ഞങ്ങൾക്കൊരു സംശയം തോന്നി. ഓക്കെ. എന്തോ ഒരു ഓട്ടിസം അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞേ, കറക്റ്റ് അറിയില്ല, പറയാനറിയില്ല. മീനുട്ടി ഇങ്ങ് വരാമോ? ബാ ഇവിടെ ഇരുന്നോ. ഇരുന്നേ. അമ്മ എന്താ പറഞ്ഞേ? എന്തോ ഹൈപ്പർ ആക്റ്റീവ് ഓട്ടിസം അങ്ങനെ എന്തോ ഒരു കാര്യം അവര് പറഞ്ഞത്. അത് കേട്ടപ്പം വീട്ടിൽ വന്ന് ഞാൻ എവിടെ പറഞ്ഞത് ഫോണിൽ നോക്കിയപ്പോ സാറിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയും കൂടെ ഇങ്ങനെ വന്ന് കാണിക്കാന്ന് കരുതി. ഡോക്ടർ അവൾക്ക് ഇപ്പോൾ 10 വയസ്സായി. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറ്റം ഉണ്ടാവുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മ ഇപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ, എപ്പോഴും മോള് കൊട്ടിക്കൊണ്ട് നടക്കുന്നു, തുപ്പുന്നു, പല ഇഷ്യൂസ് കാണിക്കുന്നു എന്നെല്ലാം. അതെല്ലാം നമ്മുടെ ഈ ഓട്ടിസം സ്പെക്ട്രത്തിൽ വരുന്ന സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സാണ്. ഈ ഒരു ഓട്ടിസം സ്പെക്ട്രം എന്ന് കേൾക്കുമ്പം നമ്മുടെ കുട്ടിയുടെ ലൈഫ് അങ്ങ് തീർന്നു, ഇനി അങ്ങോട്ടൊരു മുന്നോട്ടൊരു പോക്കില്ല, അങ്ങനെയാണ് പേരൻസ് എല്ലാം വിചാരിച്ച് വെക്കുക. അങ്ങനെയല്ല. അത് പ്രോപ്പറായിട്ടൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കറക്റ്റായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ, തെറാപ്പീസ് നൽകുന്നതെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ കഴിയും. അവരുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യലൈസേഷൻ, ഫ്യൂച്ചർ ലൈഫ് ഏറ്റവും ബെസ്റ്റിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഡോക്ടേഴ്സും പേരൻസും തെറാപ്പിസ്റ്റുകളും എല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. നമ്മുടെ ഒരു 45 മിനിറ്റ്സ് തെറാപ്പി കൊണ്ടോ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ മാത്രം നടക്കില്ല. നമ്മൾ കുട്ടിയുടെ അടുത്ത് ഒച്ചയെടുത്തു എന്ന് കരുതിയോ, അല്ലെങ്കിൽ അവൾ വഴക്ക് പറഞ്ഞു എന്ന് കരുതിയോ അവൾ ഈ സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സ് സ്റ്റോപ്പ് ചെയ്യില്ല. അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള റിയലൈസേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത്. മാം അവളുടെ കൈ എപ്പോഴും ഇങ്ങനെയാണ്. അതുപോലെ വെറുതെ ടേബിളിൽ പോയി കൊട്ടും, മുടി പിടിച്ച് വലിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കും, തുപ്പും. ഇതൊക്കെ എന്തുകൊണ്ടാണ് അവൾ ചെയ്യുന്നത്? ഇപ്പം മാം പറഞ്ഞ പോലെ മോസ്റ്റ്ലി എല്ലാ പാരൻസും ഇതൊരു ആശങ്കയായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പേടിയായിട്ടാണ് ഇത് പറയാറ്. അതായത് എൻ്റെ കുട്ടി എപ്പോഴും ശരീരം കുലുക്കിക്കൊണ്ടിരിക്കുന്നു, പോലുള്ള സാധനമൊക്കെ എടുത്ത് എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ കൈ എപ്പോഴും വീശിക്കൊണ്ടിരിക്കണോ. ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ സെൻസറി ഇഷ്യൂസ് ആയിട്ട് വരും. ഇതൊക്കെ അവർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ശരിക്കും അതൊരു ബിഹേവിയറോ അതൊരു ഇഷ്യൂ അല്ല, പക്ഷേ അവരുടെ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ അവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പ്രശ്നമല്ല, പകരം അതൊരു നല്ല കാര്യമാണ്. അവർക്ക് എങ്ങനെ അവരെ തന്നെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ അവളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എപ്പോഴും പോയി അടിക്കും. എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തെറാപ്പിയുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കണം എന്ന് പറയുന്നത്.
മീനുനെ അപ്പം ഏതൊക്കെ തെറാപ്പീസാണ് കൊടുക്കണ്ടേ? ഓക്കെ, ബേസിക്കലി നമുക്ക് ബിഹേവിയർ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള തെറാപ്പീസാണ് കൂടുതലുള്ളത്. ഇപ്പോൾ മീനുൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവളുടെ ബിഹേവിയേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഹേവിയർ തെറാപ്പിയുടെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പീച്ച് തെറാപ്പിയിലേക്ക് പോകാം. അതേപോലെ ഇപ്പോൾ അവളുടെ ഏജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അവൾക്ക് എഡ്യൂക്കേഷൻ രീതിയിൽ വളർന്നു വരേണ്ട അല്ലെങ്കിൽ പുരോഗമിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ സപ്പോർട്ട് എടുക്കുക. ഈ ഒക്കുപേഷണൽ തെറാപ്പി എന്താ? കൂടുതലായും ഇവരുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പോൾ ടോയ്ലറ്റിങ്, ബ്രഷിങ്, അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് കൂടുതലായി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അവരുടെ സെൻസറി, ഇപ്പോൾ നമ്മുടെ മീനുൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവൾ റിപ്പീറ്റഡ് ആയിട്ട് കൈ അനക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് സ്റ്റിമ്മിങ് ബിഹേവിയേഴ്സ് ഉണ്ടല്ലോ, ഒരേ കാര്യങ്ങൾ പിന്നെയും ചെയ്യുക, കൈ വീശിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഒക്യുപേഷണൽ തെറാപ്പിയുടെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് വേണം. അപ്പോൾ 4 തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഈ 4 തെറാപ്പി അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ മാം. എന്റെ വീട്ടില് അമ്മ മാത്രം അവിടെ കാണുമൊന്നുമില്ല. ആ വീട്ടില് ഞാൻ പിള്ളേരും പോകുന്നു. മോൾക്കിപ്പോ നല്ല മാറ്റം ഉണ്ടല്ലേ? ട്രീറ്റ്മെന്റും തെറാപ്പിയും ഒക്കെ എടുത്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? Some children speak less. Some children move differently. Some children see the world in ways we may never fully understand. But their hearts feel the same love. Their minds hold beautiful possibilities. Let's look beyond the differences and start seeing the abilities. Autism is not a disease. It's a different way of experiencing the world. Understanding creates acceptance. Acceptance creates inclusion. April 2nd, World Autism Awareness Day, which reminds us autism is not a limitation but a different way of experiencing the world. Every autistic individual has unique strengths, talents, and perspectives that deserve understanding, respect, and acceptance. Let's move beyond awareness and build a more inclusive society where every child is valued, supported, and given the opportunity to shine.